നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് മുന്നിൽ തിരികെ. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾക്കണം കേട്ടോ. കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം. കാരണം കേരളത്തിൽ ആരെങ്കിലുമൊക്കെ ഈ സെപ്റ്റി ടാങ്ക് തല്ലി തകർത്തിട്ട് ജയിലിൽ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു വന്ന ആരെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ തമ്പ്ലൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും മാത്രം ചർച്ചയിൽ ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ളൊരു വിഷയം ഈ പൂഞ്ഞാറിൻ്റെ വിഴുപ്പ് പാണ്ഡമായിട്ടുള്ള അല്ലെങ്കിൽ പൂഞ്ഞാറിൻ്റെ കാട്ടുപന്നി, അങ്ങനെ തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അതിൽ കുറഞ്ഞൊരു വാക്കും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇന്ത്യയിൽ മൊത്തത്തിലുള്ള മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി. അതായത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ്, കേരളത്തിലുള്ള മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ്, നീ ഒരു മുസ്ലിമാണോ, നീ എന്നാൽ തീവ്രവാദിയാണ്. ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വേറെ ആരും നടത്തിയതായിട്ട് എനിക്കറിയില്ല. കാരണം എനിക്ക് സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞ് നടക്കുന്നതെന്ന് പറയുന്ന ഈ വിശകലയും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ വത്സൻ തില്ലങ്കേരി പോലും ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയായിട്ട് നമുക്ക് എവിടെ പോലും കേൾക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിലുമൊക്കെ ഭയാനകമായ രീതിയിലായിരുന്നു ഈ ഒരു പ്രസ്താവന. അത് മാലിന്യം വന്ന് ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അലിഞ്ഞപ്പോഴത്തേക്ക് അത് വലിയൊരു പോയിസനായി മാറി എന്ന് വേണം പറയാം. എന്തായാലും ഇപ്പോൾ ഇവനിക്ക് നല്ല ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇവൻ്റെ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കളിച്ച് ഇവിടം വരെയൊക്കെ കൊണ്ടെത്തിച്ച അവസാനം ജാമ്യം ലഭിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് എത്തിച്ചു കൊടുത്തവരോടൊക്കെ വലിയ നന്ദിയുണ്ട് കേട്ടോ. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കൊക്കെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമാണ്. പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രസ്താവനയൊക്കെ കേട്ടിട്ട് ഇവിടുത്തെ ഈ സംഘപരിവാർ നാറികളുണ്ടല്ലോ, ചെറ്റകൾ, അവർക്ക് വലിയൊരു സുഖം തോന്നുന്നുണ്ട്. കാരണം ചൊറിച്ചിൽ അങ്ങോട്ട് മാറിക്കിട്ടിയെന്നുള്ള. ഇനിയിപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം ആയിരുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മതവിവാഹത്തെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അന്ന് ചർച്ചകളിൽ വന്നിരുന്നുണ്ട് ഈ മാധ്യമ തമ്പ്രാക്കന്മാർ, ഈ കൂട്ടിക്കൊടുപ്പ് മാധ്യമക്കാർ ഡെയിലി വന്നിരുന്നുണ്ട് വലിച്ചു കീറി ഒട്ടിച്ചേനെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് താനൊരു ഹിന്ദു അല്ലേ, താനിവിടെ ക്രൈസ്തവനല്ലല്ലോ സമാധാനം ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളിയിൽ അച്ഛനെയും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊന്നും ഒരു അക്ഷരം മിണ്ടത്തില്ല കേട്ടോ. കാരണം അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ക്രിസംഗി ചെറ്റകളാണല്ലോ. അപ്പോൾ ഈ ഊളയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചാനലിനകത്ത് കണ്ടതാണ്. എനിക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ചിരി തോന്നിപ്പോയി. കാരണം ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന തവള ഇങ്ങനെ നെഞ്ചും പിരിച്ചുകൊണ്ട് പൂഞ്ഞാറിൻ്റെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം കുറച്ച് മുമ്പ് ഞാൻ ഇതിനകത്ത് വന്ന് എത്തിപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുറേയൊക്കെ കാണിച്ചു കൂട്ടിയനായിരുന്നു. എന്തായാലും ഈ തെണ്ടിത്തരം പറയുന്ന ഈ വൃത്തികെട്ട ഊളയുടെ ഈ ഒരു ഇൻ്റർവ്യൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. നമുക്ക് നേരെ ആ ഇൻ്റർവ്യൂ ഒന്ന് കേട്ടു നോക്കാം. BJP-യിലേക്കുള്ള മാറ്റം, അതായത് ഇവിടെ എത്ര പ്രാവശ്യം എന്നെ കൊല്ലാൻ വന്നറിയോ ഇവന്മാര്? പല പ്രാവശ്യം. ഞാനിങ്ങനെ തോക്കിക്കൊണ്ട് ഓടി, എപ്പോഴും തോക്കിക്കൊണ്ട് ഓടി മനുഷ്യല്ലേ. ഏതായാലും BJP ചേർന്നതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ BJP ചേർന്നതോടുകൂടി എനിക്ക് നെഞ്ചും വെച്ചില്ല നടക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ BJP ചേർന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് പിറ്റേ മാസം RSSന്റെ റൂട്ട് മാർച്ച് ബാധിക്കുമെന്ന് വെച്ചു. ഒരു 400 RS നല്ല ചെറുപ്പക്കാർ പിള്ളേർ വന്നു റൂട്ട് മാർച്ച് പേട്ടക്കൂടെ വെച്ചു. അതോടുകൂടി ശല്യം തീർന്നു. ഇപ്പോൾ ഒരു തന്നെ തെറിയും പറയണ്ട, എന്നെ തല്ലാനും പറയണ്ട, കൊല്ലാനും പറയണ്ട, സമാധാനമായിട്ട് ജീവിക്കാം. ഇച്ചിരി നേരത്തെ BJP ചേർത്തായിരുന്നെങ്കിൽ ഇച്ചിരി നന്നായിരുന്നു എൻ്റെ അഭിപ്രായം. ഏതായാലും BJPയുടെ നേതൃത്വം നല്ല മാന്യമായിട്ടാണ് എന്നോട് സമീപനം. എനിക്ക് വളരെ സന്തോഷമായിട്ട് പോകാൻ കഴിയുന്നുണ്ട്. തോക്കൊക്കെ ആദ്യം പറയാനുണ്ടായിരുന്നല്ലേ? തോക്ക് പണ്ടുപോലുള്ളതാണ്, അതിപ്പോഴൊന്നും ഇടയ്ക്ക് ഏതോ ഒരു തോക്കെടുത്ത് ചൂണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചിലപ്പോൾ ചൂണ്ടേണ്ടി വരും. പിന്നെ കാണാനാണ് ഈ തോക്ക് കൊണ്ട് വരുന്നത്. തോക്ക് കൊണ്ട് വെച്ചാൽ ഈ സ്ഥിരം തോക്ക് കൊണ്ട് MLA ആയിരുന്നപ്പോൾ തോക്ക് വേണ്ടെന്ന് വെച്ച് ചുമ്മാ ഇടന്നവരെ. ഒരു ദിവസം ഞാൻ അടിവാരം എന്ന് പറയും, പൂഞ്ഞാർ തെക്കര പഞ്ചായത്ത് എന്നെ കൊല്ലാൻ നടക്കുക. അതാരാന്ന് പറയും, കേരള കോളേജ് ഞാൻ തോൽപ്പിച്ച മാണിക്കാരെ കുറേ റൗഡികൾ ഒന്നുണ്ട്. ഇമാര് പല പ്രാവശ്യം എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. എനിക്ക് അങ്ങനെ അടുത്ത് വരികയെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ ഒരു ദിവസം രാത്രി 1 മണിയായിട്ട് വന്ന് അടിവാരം ഇങ്ങോട്ട് വരുമ്പോൾ കല്ലേക്കുളത്തിനടുത്തപ്പോഴത്തേക്കും ഞാൻ തന്നെ ജീപ്പൊടി ഇവരാരും ഇല്ല. അപ്പോൾ അതിൻ്റെ ലൈറ്റ് വെട്ടത്തിൽ ഒരാളിങ്ങോട്ട് ഓടി വരുന്നു. ഞാൻ ചവിട്ടി വല്ല പ്രസവ കേസോ വല്ല ആണെങ്കിൽ വണ്ടി തിരി ആശാനെ ആശാനെന്ന് വിളിക്കുന്നത്. ചാടിക്കയറി ഞാൻ വണ്ടി വേഗം തിരിച്ചു. വിട്ടോ ഞാൻ എന്നടേ എവിടെയാ എൻ്റെ പ്രശ്നം? അവർ 19 പേരുടെ ഇരിപ്പ്. അവർ 2 തടിയാ ആശാൻ വേണം തടിയിട്ട് പിടിക്കാൻ പോവുക. ഒറ്റയ്ക്ക് രക്ഷോട് കയറുന്നത്. ഞാൻ ശരിയാ, ഒറ്റയ്ക്കുള്ള 10-30 പേരുണ്ടെന്നല്ല പറയാം, രക്ഷോട് കയറാം. ഞാൻ അവിടുന്ന് അവിടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് മിനോറ മോഹൻ
നിലാമാ മോഹൻ്റെ അതിലൂടെ വണ്ടി കയറ്റി ഇടമല ചെന്ന് അവിടെ നിന്ന് പൂഞ്ഞാറ്റി ചാടി വീട്ടിൽ വന്ന് കിടന്നു. പിറ്റേ ദിവസം രാവിലെ കാറിനകത്ത് ജീപ്പിനകത്ത് ജീപ്പ് കാറുമുണ്ട്, ജീപ്പിനകത്തോട് പിസ്റ്റൾ എത്തിച്ചു. പിസ്റ്റളാണ് കാറിൽ. എൻ്റെ കയ്യിൽ അന്ന് പിസ്റ്റൾ ഉണ്ടായിരുന്നു, യാതൊരു സംശയമില്ല. ഞാൻ വഴിമാറി പോകുക അതിലെ വരും തടയുന്നവൻ സ്വർഗത്തിൽ പോയിക്കൊണ്ടുപോയി. ആ ഒരു വിട്ടുവീഴ്ചയില്ല. ഒരു MLA കേസ് നാട്ടിൽ കൊണ്ട് നടക്കാൻ പറയുന്നത് പിന്നെ ഇതിന് പണി കൊണ്ട് നടക്കുന്നു, നേരിടുക മാത്രമേ ഉള്ളൂ. അതുള്ള അതിനകത്ത് കാര്യം. അങ്ങനെയാണ് തോക്ക് കൊണ്ട് നടക്കാൻ തുടങ്ങി. ജഗതിയുടെ കുടുംബമായിട്ടുള്ള ബന്ധം. ജഗതി എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാണ്, അസാധ്യ അറിവുകളുള്ളതാണ്. അറിവെന്ന് പറഞ്ഞാൽ അസാധ്യ അറിവുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഞാനിവിടെ അവസാനമായി പ്രസംഗിച്ച നമ്മുടെ ചങ്ങനാശ്ശേരി ഒരു കോളേജ് സ്കൂൾ ഉണ്ട്, CMA അച്ഛന്മാരുടെ 3 സ്കൂൾ 10,000 ആളാണ്. ആ ഉദ്ഘാടനം ഞാൻ ആദ്യം ജഗതി പ്രസംഗിക്കാൻ പോയി, കേൾക്കാലോ ഇല്ല തമാശ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. 1.5 മണിക്കൂർ നേരം പുള്ളി സംസാരിച്ചിട്ട് ഒരു വാക്ക് തമാശ പറഞ്ഞില്ല. ബൈബിൾ, ഖുർആൻ, ഭഗവത്ഗീത ഈ 3ന്റെ കമ്പാരിസൺ ആണ്. എനിക്ക് വലിയ ഒരു അറിവാണ് അദ്ദേഹത്തിന് എന്നെ സംബന്ധിച്ച്. അത്ര നല്ല പ്രസംഗം, ഒരു മനുഷ്യൻ മിണ്ടാതിന് മുഴുവൻ കേട്ടു. ആ പ്രസംഗം പ്രത്യേകത. പക്ഷെ അധികം താമസിയാതെ ആക്സിഡന്റ് ഉണ്ടായി. പുള്ളിക്ക് മിണ്ടാൻ കഴിയുന്നില്ല എന്നൊരു ദുഃഖമുണ്ട്. എങ്കിലും ദൈവം എന്തെങ്കിലും അദ്ദേഹം മിണ്ടിക്കുന്ന എൻ്റെ വിശ്വാസം. ഇപ്പോഴും എൻ്റെ വിശ്വാസം മിണ്ടിക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. മതപരിവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറച്ച് ആരോപണമൊക്കെയാണ്. മരുമകൾ ക്രിസ്ത്യാനിയായിട്ട് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഊളന്മാർ ഏത് ഊളനാ ഇതേ മകളെ കൊണ്ട് ചോദിച്ചു. ഞാൻ നിർബന്ധിച്ചില്ല. ജഗതി സുകുമാർ എൻ്റെ മുറിയിൽ MLA കോട്ടേഴ്സിൽ വന്നിട്ട് അങ്ങേര് പറഞ്ഞനുസരിച്ച് അങ്ങനെ പറഞ്ഞ കാര്യം ഇതാ. ഷോണും പറഞ്ഞായിരുന്നു അത്. അങ്ങേര് പറഞ്ഞേണ്. ഞാൻ പറഞ്ഞ അവള് ഹിന്ദുവായിട്ടിരുന്ന എന്നാ കുഴപ്പം ഞാൻ അങ്ങേരോട് ചോദിച്ചു. പുള്ളി പറഞ്ഞതാണ്, ഞാൻ മരിക്കും, BCOയും മരിക്കും, ഷോണും മരിക്കും, എൻ്റെ മകള് പാർവതി മരിക്കും, എവിടെ അടക്കുന്ന പ്രശ്നമാണ്. നിങ്ങളെല്ലാം കൂടെ ഇപ്പോൾ അവളെ നിങ്ങൾ ക്രിസ്ത്യാനിയാക്കി തിരുവനന്തപുരത്തെ ഷോൺ വന്ന് താമസിക്കുകയാണെങ്കിൽ അവൾ ഹിന്ദുവായിട്ടിരിക്കും. അതല്ല, ഇരാറ്റുപേട്ട താമസിക്കുക അവളെ ക്രിസ്ത്യാനിയാക്കുക, ഇതാ ഹിന്ദുവാണ്. അങ്ങനെ ആക്കിയതാണ്. കാരണം എൻ്റെ മകൻ്റെ ഉറതി മകളെ അടക്കണം. ഇതാണ് പുള്ളി വളരെ കറക്റ്റാണ്. ഇവരുള്ള മനുഷ്യനാണ്. അങ്ങനെ ക്രിസ്ത്യാനിയാക്കാൻ കൂടി. അപ്പൊ നമ്മുടെ ഈ വീരശൂര പരാക്രമി ഈ തോക്കും കൊണ്ട് പണ്ട് ഒരു ചക്കര പെണ്ണിന്റെ അടുത്ത് പോയ കഥ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഈ തോക്ക് എന്തിനാണ് അപ്പൊ ഇട്ടിരിക്കുന്നത്? അത് പൊട്ടിക്കാൻ വേണ്ടിയാണല്ലോ. പക്ഷെ ഈ ഒരു സാധനം എങ്ങനെ കയറി നിന്ന് പൊട്ടിക്കുമെന്നുള്ളതാണ്. എന്താണെങ്കിലും ഇവനെ കൊല്ലാനായിട്ട് വന്നു പോലും ഇവൻ അതിലേക്കൂടെ വണ്ടി വളച്ച് വിട്ടുപോലും പിന്നീട് തോക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് അങ്ങ് കാച്ചിയേക്കും. എൻ്റെ സൗകര്യങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇടയ്ക്ക് ആ അവതാരകൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ജഗതിയുടെ മോള മാമോദിസ മുക്കി ക്രിസ്ത്യാനിയാക്കിയത്. കാരണം ഏറ്റവും കൂടുതൽ ലവ് ജിഹാദ് എന്ന് സംസാരിച്ചുകൊണ്ട് നടന്ന ഈ പരമ ഊള കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ശുദ്ധ തെമ്മാടിത്തരമാണിത്. കാരണം എന്തുകൊണ്ടാണ് ഷോൺ ജോർജ് ഹിന്ദുവായി തരുന്നത്? അപ്പോൾ അതിന് പറഞ്ഞ കാര്യം ജഗതി പറഞ്ഞു പോലും. ജഗതിയാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. നിങ്ങൾ ഈരാറ്റുപേട്ടയിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ മോള് ക്രിസ്ത്യാനിയായിട്ടിരിക്കട്ടെ, മറിച്ച് തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ ഹിന്ദു ആയിരിക്കട്ടെ. ഈ ഊള സമ്മതിക്കുമോ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് പറയാം. സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഊത്തൽ അറിയുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ കമൻ്റ് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ഈ പൂഞ്ഞാറില്ല കാട്ടുപന്നിക്ക് വിടാം.